ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് AJ Vlogs. അപ്പോൾ ഞങ്ങളെ വെക്കേഷൻ തുടങ്ങുകയാണ്. പെട്ടികളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ വേറെ സസ്പെൻസ് ഒന്നുമില്ല. നമ്മൾ നാട്ടിലേക്കാണ് പോകുന്നത്, തൃശ്ശൂരിലേക്ക്. അപ്പോൾ ഈ വ്ളോഗിൽ എഡ്മണ്ടൺ ടു തൃശ്ശൂർ വ്ളോഗായിരിക്കും. തൃശ്ശൂർ വരെ എത്തുന്ന ഒരു വ്ളോഗായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ 2:30 സമയം. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉള്ളത് 6 മണിക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഈ ഒരു സമയമായ കാരണം നമ്മൾ പിന്നെ ഫ്രണ്ട്സിനെ ആരെയും വിളിച്ചില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ടാക്സി ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാറ്. അപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങളെ ടാക്സി വരുന്നുണ്ട്. നമ്മൾ പെട്ടിയൊക്കെ ഇവിടെ സെറ്റാക്കി വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ കണ്ട പെട്ടികളൊക്കെ നമ്മൾ കയറ്റണം വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ പോവാണ്. അപ്പോൾ വഴിയെ വിശേഷങ്ങൾ കാണാം. This one? No, this one. This one. Not in the fit the back. It's too big. Yeah. I think the other one will fit. The other one is small. Yeah, we'll put the other big one side. This one side and this one is up. കഷ്ടപ്പാടാണ് പെട്ടികളൊക്കെ കയറ്റാനായിട്ട്. ഇനിയുമുണ്ട് 2 പെട്ടി ബാക്കി അനാഥമായിട്ടിരിക്കുന്നു. Can I? Yeah, sure. എന്ത് തോന്നുന്നു നാട്ടിക്ക് മാത്രം സ്ക്രീനിലുള്ളൂ. പറയേ, നാട്ടിക്ക് പോകുന്ന എക്സൈറ്റ്മെന്റിലാണ്. ബാഗ് ചെക്ക് ചെയ്യുന്ന എക്സ്ട്രാ പൈസ അടയ്ക്കേണ്ടത് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചി അവിടെ നിൽക്കണം. അമ്മച്ചി ആയിരുന്നെങ്കിൽ എക്സ്ട്രാ പൈസ അടയ്ക്കേണ്ടി വന്നേ. പിന്നെ അതാ ഇല്ല. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞു. ബാഗെല്ലാം കയറ്റി വിട്ടു. ഇപ്പം ഞങ്ങൾ ഗേറ്റിലിരിക്കുകയാണ് ബോർഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 1 hour കൂടി ഉണ്ട് ബോർഡിങ്ങിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഇന്നലെ ഒന്നും ഉറങ്ങാത്ത കാരണം വളരെയധികം ടയേർഡാണ്. നാട്ടിൽ വരാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഉറക്കമൊന്നും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റത്തെ കുറച്ച് വീട്ടുപണികൾ, അടക്കി ഒതുക്കൽ, ആ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്കിനൊക്കെ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ എല്ലാം കഴിഞ്ഞെത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ച് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അങ്ങനെ ഇപ്പോൾ ഫ്ലൈറ്റ് തോന്നുന്നു ഒരു 1.5 hour ടൊറൻറ്റോ എത്തും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കിട്ടിയവൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എഡ്മണ്ടൺ ടു ടൊറൻറ്റോ ഫ്ലൈറ്റ് സീറ്റ്സ് ഒരുമിച്ചായിരുന്നില്ല. അപ്പോൾ ഞാൻ നൈസായിട്ട് പോയിട്ട് എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഒരു സർപ്രൈസ് ഷൗട്ട് ഔട്ട് കൊടുക്കാനായിട്ട്. പക്ഷേ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അനൗൺസ് ചെയ്യുമ്പോൾ ഇത് പുള്ളിക്കാരൻ കേൾക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ലാൻഡ് ചെയ്യുന്ന സമയത്ത് സാധാരണയുള്ള അനൗൺസ്മെൻറ്റ്സും ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ കേൾക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, മനസ്സിലാവോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനൊരു കുട്ടി സർപ്രൈസ് അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ.
I'd also like to take this time to give a shout out to someone who has a birthday today. Happy birthday to Jees. We hope that you have a wonderful day from all your friends at Air Canada and your wife. എന്നത് മനസ്സിലായ ഉറങ്ങിയിരുന്ന എന്റെ ടെൻഷൻ ഇതൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് കിടന്നുറങ്ങുമോ ഇത് കേക്കില്ലേന്നായിരുന്നു. നമ്മൾ ട്രിപ്പിൽ ട്രിപ്പിലിറങ്ങി നല്ല വിശപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് എവിടെ നിന്ന് കഴിക്കാമെന്ന് നോക്കി നടക്കാം. അപ്പോൾ ഫുഡ് എവിടെയെങ്കിലും ഉണ്ടോ, ഏതാണ് ഉള്ളത് നോക്കി കഴിക്കാൻ വിചാരിച്ചിരിക്കുന്നു. എന്നെ കളിയാക്കിക്കൊണ്ട് എൻ്റെ ഭർത്താവ് മുന്നിൽ നടക്കും. അപ്പോൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. വേണ്ട, രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇല്ലാത്തിരുന്ന് ഏതെങ്കിലും കടയിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പെർഫ്യൂം, പിന്നെന്തായിരുന്നു ഹാർഡ്വെയർ, പിന്നെ ഇലക്ട്രോണിക്സ് ഷോപ്പുകൾക്കൊക്കെ ആണുങ്ങൾക്ക് കുറച്ച് അട്രാക്ഷൻ കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ പോസ്റ്റാണ്. ഈ മുകളിലേക്കാ ഇതാ എസ്കലേറ്റർ. ഈ US-ക്കുള്ളതാ. നല്ല വെയിലാണ്, നല്ല ക്ലീനായി തുടങ്ങി. ഞങ്ങൾ ഗേറ്റ് തപ്പിയതാണ്. ഞാനൊരു കുട്ടിക്ക് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ ഇരുട്ടത്ത് ഇങ്ങനെ കൊടുത്താൽ ശരിയാവും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും കൊടുത്തു നോക്കാം. ലൈറ്റ് വരണില്ല. പ്രസിന് കൊടുക്കാൻ പറ്റിയ സമയം നല്ലത്. ഒന്നും അറിയാത്ത പോലെ അറിയണ്ടായിരുന്നില്ലേ? പിന്നെ എന്ത് അറിഞ്ഞത് വാങ്ങിച്ച് സർപ്രൈസ് ആയില്ലേ? കാണിതാകോ ഞാൻ ചേച്ചിതായി കണ്ടുപിടിച്ചു. അതല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ ബാഗ് തുറക്കാൻ. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ തേർഡ് ഡേ ഓഫ് ഫ്ലൈറ്റിന് വേണ്ടി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ May 2, April 30 കാനഡയിൽ പുറപ്പെട്ടതാണ്. ഞങ്ങൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. 2 ദിവസത്തെ ട്രാവലൊക്കെ കഴിഞ്ഞപ്പോൾ 3-ാം ദിവസമാണ്.
ഇന്ന് അതായത് ഇപ്പോൾ ഞങ്ങളുള്ളത് ഡൽഹി എയർപോർട്ടിലാണ്. രാവിലെ 6 മണി സമയം. ആദ്യം ഞങ്ങൾ ഫ്ലൈറ്റ് കൊച്ചിയിലേക്കുള്ളത് ഒരു 8 മണിക്കായിരുന്നു. അപ്പോൾ അതെന്തോ ഡിലേ ആയി 1 hour. 9 മണിക്കാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഹോട്ടലിലെടുത്തു. സ്റ്റേ ഒക്കെ കഴിഞ്ഞ് രാവിലെ ഫ്രഷായി എയർപോർട്ടിൽ വന്ന് ചെക്കിനൊക്കെ ചെയ്തിരിക്കുകയാണ്. വളരെ വലിയൊരു യാത്ര തന്നെയായിരുന്നത്. അതുകൂടാതെ ഇന്ന് ഡൽഹിയിൽ രാവിലെ തൊട്ട് ഇല്ലാത്ത മഴ, വെള്ളപ്പൊക്കം, ഇടിമിന്നൽ ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടും കൂടിയാണോ എന്ന് അറിഞ്ഞൂടാ. ഫ്ലൈറ്റ് ലേറ്റാണ്. അതൊക്കെയാണ് ഇതുവരെ ഒരു വിശേഷങ്ങൾ. ഞങ്ങൾ എന്താ എയർ ഇന്ത്യയിൽ പോയി ലാസ്റ്റ് ഫ്ലൈറ്റ്. നല്ല മഴയുണ്ട്. അവിടെയും നല്ല മഴയാണ്. ഫ്ലൈറ്റായിട്ട് ബാക്കി ശേഷം അവിടെ കൊച്ചി എത്തി. ബാഗൊക്കെ എടുത്ത് ടാക്സി പോകാൻ പറഞ്ഞു. കാരണം മാത്രം അത്രയും മാത്രം എന്താ ലഗേജുകൾ ഉണ്ട്. ഞാൻ ലഗേജ് തന്നെയെന്ന് വെച്ചാൽ അറിയണം. പക്ഷേ ഒരു വണ്ടിയിൽ ലഗേജ് വന്ന ലഗേജായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ടാക്സി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ചെറിയൊരു കേക്ക് കട്ടിങ്ങോടുകൂടി ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നാട്ടിലത്തെ വ്ളോഗായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഓഫ് ഫ്രം AJ Vlogs.